ജെറുസലേമിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഇസ്രായേലിനെതിരായ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ നിരവധി സൈനിക താവളങ്ങൾ ഉൾപ്പെടെ 150ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ അറിയിച്ചു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിൽ വ്യാഴാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസസ് 3 എന്ന പേരിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. ഇതിനിടെ ഇസ്രായേലിന്റെ 2 F-35 യുദ്ധവിമാനങ്ങൾ തകർത്തതായും ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 80ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നവാത്തിം, ഓഡ്വ വ്യോമതാവളങ്ങളിലും ഇസ്രായേൽ സൈനികകാര്യ മന്ത്രാലയവും സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളും ആക്രമിച്ചുവെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സിന്റെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി പറഞ്ഞു. ഇരുപക്ഷത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും വ്യോമസേന തുടർച്ചയായി തകർത്തുവരികയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ടെൽ-അവീവിലും ജെറുസലേമിലുമാണ് ഇറാന്റെ ആക്രമണം കൂടുതൽ ആഘാതമുണ്ടാക്കിയത്. അതേസമയം ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ തുടരുകയാണെന്നും IDF അറിയിച്ചു. പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാഴ്ത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഇസ്രായേൽ ഇറാൻ വ്യോമപാതകൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്.